എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് 2024-25 അഡ്മിഷനുള്ളത് വന്നിട്ടുണ്ട്, ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എത്ര വർഷത്തെ കോഴ്സാണ്, ഏതൊക്കെ സബ്ജക്റ്റാണ് അതിൽ വരുന്നത്, അതുപോലെ തന്നെ അതിൽ കിട്ടുന്ന യോഗ്യതകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പോസ്റ്റിന് നമുക്ക് അപ്ലൈ ചെയ്യാം തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രോസ്പെക്ടസ് ആണ്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് തീയതികൾ നോക്കാം. വൺ ടൈം രജിസ്ട്രേഷനും ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുന്നത് ആരംഭിക്കുന്ന തീയതി 14/6/2024 ആണ്. വൺ ടൈം രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ട അവസാന തീയതി 8/7/2024. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി 9/7/2024. കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി 11/7/2024. പരാതികൾ സമർപ്പിക്കുന്ന അവസാന തീയതി 15/7/2024. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി 17/7/2024. കൗൺസിലിംഗും പ്രവേശനവും 18/7/2024 മുതൽ 20/7/2024 വരെയാണ്. ക്ലാസ്സുകൾ ആരംഭിക്കുന്ന തീയതി 24/7/2024. ഇനി ഇതിലെ പ്രോഗ്രാമും സ്ഥാപനങ്ങളും സീറ്റുകളും അതൊക്കെ എങ്ങനെയാണ് വരുന്നത് നോക്കാം. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 2 വർഷ കാലാവധിയുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സാണ് നടത്തി വരുന്നത്. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ്, മലയാളം ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ്, ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് എന്നിവയിൽ ഹയർ ഗ്രേഡും, മലയാളം ഷോർട്ട് ഹാൻഡ്, ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് എന്നിവയിൽ ലോവറും, TTP ഇംഗ്ലീഷ് ആൻഡ് മലയാളം, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, പൈത്തൺ പ്രോഗ്രാമിംഗ് എന്നിവ കൂടാതെ ആധുനിക സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തി ഡാറ്റ എൻട്രി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അക്കൗണ്ടൻസി, ബിസിനസ് കറസ്പോണ്ടൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംയോജിപ്പിച്ച് പരിഷ്കരിച്ച സിലബസാണ് ഈ കോഴ്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊഴിലവസരങ്ങൾ നോക്കാം. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സ്വകാര്യ മേഖലകളിൽ വിവിധങ്ങളായ തൊഴിലവസരങ്ങളാണ് ഈ കോഴ്സിലൂടെ ലഭ്യമാക്കുന്നത്. ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, പേഴ്സണൽ അസിസ്റ്റൻറ്റ്, പേഴ്സണൽ സെക്രട്ടറി, സ്റ്റെനോഗ്രാഫർ, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, അസിസ്റ്റൻറ്റ് ഇൻസ്ട്രക്ടർ ഇൻ GCI, സൂപ്രണ്ട് ഇൻ GCI എന്നീ തസ്തികകൾ ഈ കോഴ്സിലൂടെ ലഭിക്കുന്ന തൊഴിൽ അവസരങ്ങളിൽ ചുരുക്കം ചിലത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇനി പ്രോഗ്രാം കാലാവധി എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 17 ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ GCI 2 വർഷ കാലാവധിയുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സാണ് നടത്തി വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ പ്രോസ്പെക്റ്റ് ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനോ മറ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് www.polyadmission.org/GCI എന്നുള്ള ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ സീറ്റുകളുടെ സംവരണമാണ് പറയുന്നത്. ഭിന്നശേഷിക്കാർക്കുള്ള സംവരണം 5%. പിന്നെ യുദ്ധത്തിൽ മരണമടഞ്ഞ ജവാന്മാരുടെ വിധവകൾക്ക് സംവരണമുണ്ട്. പിന്നെ ശേഷിക്കുന്ന സീറ്റുകളുടെ സംവരണം ജനറൽ മെറിറ്റ് 50%, EWS 10%, SC BC 30%, പട്ടികജാതി പട്ടികവർഗം 10%. ഓക്കെ, ഈ ജനറൽ മെറിറ്റിൽ 50% സീറ്റുകൾ പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുന്നതായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇനി എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ് വേണ്ടതെന്ന് നോക്കാം. ജനനതീയതി തെളിയിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC മതി. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിന് SSLC അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യമായ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ്, +2 VHSC തത്തുല്യ യോഗ്യത വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിന് അതിൻ്റെ ലിസ്റ്റ്, പിന്നെ സംവരണം ഉണ്ടെങ്കിൽ അത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഫീസുകളും മറ്റുള്ള കാര്യങ്ങളും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.